പുൽപ്പള്ളി അമരക്കുനി ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ഊർജിതമാണ്. തെരച്ചിലിനായി മുത്തങ്ങയിൽ നിന്നും കുങ്കിയാനകളായ വിക്രമിനെയും സുരേന്ദ്രനെയും എത്തിച്ചു. കണ്ടെത്തിയ ഡോക്ടർ അരുൺ സക്കറുടെ നേതൃത്വത്തിൽ കടുവയെ മയക്കൂടി വെക്കാനാണ് നീക്കം. വിക്രമനെയും സുരേന്ദ്രനെയും കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. അരിക്കൊമ്പനെ പിടിക്കാനുള്ള ദൗത്യത്തിലടക്കം ഈ കുങ്കിയാന വിക്രം, അവൻ്റെ നേരത്തെയുള്ള പേര് വടക്കനാട് കൊമ്പൻ എന്നുള്ളതാണ്. കുങ്കിയാന വിക്രം നാടിനെ വറപ്പിച്ച കാട്ടാനയാണ്. അവനെ മയക്കൂടി വെച്ച് പിടിച്ച് ഇപ്പം മെരുക്കി വനം വകുപ്പിൻ്റെ ജീവനക്കാരനെ പോലെയൊക്കെ ഉള്ളൊരു കുങ്കിയാനാക്കി മാറ്റിവെക്കുകയാണ്. എന്തായാലും അതിൽ ഏറ്റവും സമർത്ഥമായ പ്രവർത്തനം കാഴ്ചവെക്കുകയാണ് വിക്രം എന്ന കുങ്കിയാന. ഹരിക്കൊമ്പൻ ദൗത്യത്തിലടക്കം വളരെ സജീവമായി ഇടപെട്ട വിക്രത്തിനെയും കോന്നി സുരേന്ദ്രനും ഒക്കെ നമ്മൾ കണ്ടതാണ്. നിൽക്കുന്നു കുങ്കിയാന. സുർജിത്തായി കടുവയെ പിടികൂടാനുള്ള ദൗത്യത്തിൽ കുങ്കിയാനകളുടെ പങ്കെന്താവും? കടുവയെ തെരയുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കുങ്കിയാനകളെ എത്തിക്കാനുള്ള തീരുമാനത്തിലേക്ക് വനംവകുപ്പ് എത്തിയതും. വിക്രം എന്ന കുങ്കിയാനയാണ് എത്തിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെ തന്നെ മറ്റൊരു കുങ്കിയാനയെ കൂടി ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അത് കോന്നി സുരേന്ദ്രനാണ്. അങ്ങനെ 2 കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് ഈ ദൗത്യം നടത്തുക എന്നുള്ള ഉദ്ദേശത്തിലേക്കാണ് വനംവകുപ്പ് എത്തിയിട്ടുള്ളത്. ഈ കൊമ്പൻ നിരവധി ഓപ്പറേഷനുകളിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. വനംവകുപ്പിന്റെ ഓപ്പറേഷനുകളിൽ പങ്കെടുത്ത കുങ്കിയാനയാണിത്. അതായത് ഒരു കാലത്ത് വടക്കനാടൻ കൊമ്പൻ എന്നുള്ള പേരിൽ വാഗേരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ വിറപ്പിച്ച കൊമ്പനാണ്. ബത്തേരിയുടെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് നിരന്തരം പ്രശ്നക്കാരനായിരുന്ന ഒരു കൊമ്പനാണ്. ആ കൊമ്പനെ മെരുക്കിയെടുത്ത് അതിനെ മയക്കുവെടി ഉപയോഗിച്ചുകൊണ്ട് മെരുക്കിയെടുത്ത് ഇപ്പോൾ കുങ്കിയാനയായി ഉപയോഗിക്കുകയാണ്. അതാണ് ഈ വടക്കനാടൻ കൊമ്പൻ എന്ന് വിളിക്കുന്ന വിക്രം എന്ന് പറയുന്ന ഈ കൊമ്പൻ. അതുകൊണ്ട് തന്നെ ഈ നിരവധി ദൗത്യങ്ങളിൽ ഈ കൊമ്പൻ പങ്കാളിയായിട്ടുണ്ട്. തണ്ണീർക്കൊമ്പൻ്റെ ദൗത്യത്തിൽ, അരിക്കൊമ്പൻ്റെ ദൗത്യത്തിൽ, അങ്ങനെ നിരവധി ദൗത്യങ്ങളിൽ പങ്കാളികളായിട്ടുള്ള ഒരു കൊമ്പനാണ് വിക്രം എന്ന് പറയുന്നത്. കോന്നി സുരേന്ദ്രൻ സമാനമായ രീതിയിൽ തന്നെ നിരവധി ദൗത്യങ്ങളിൽ പങ്കാളിയായിട്ടുള്ള കൊമ്പനാണ് കോന്നി സുരേന്ദ്രൻ. അങ്ങനെ ഈ 2 ആനകളെയും എത്തിക്കുക വഴി ഇതിനെ കൃത്യമായ രീതിയിൽ തന്നെ കടുവയുടെ പ്രദേശം മോണിറ്റർ ചെയ്യാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് വനംവകുപ്പിനെ സംബന്ധിച്ചുള്ളത്. ഇന്ന് രാവിലെ ഈ ക്യാമറ ട്രാപ്പുകളും ഒപ്പം തന്നെ മറ്റ് ലൈവ് ക്യാമറയും പരിശോധിച്ചിരുന്നതാണ്. ആ പരിശോധിച്ച ഘട്ടത്തിലൊന്നും തന്നെ ഇതിനെ കണ്ടെത്താൻ വേണ്ടി കഴിയാത്ത ഒരു സാഹചര്യം, അതായത് ആ ക്യാമറ ട്രാപ്പിലോ അല്ലെങ്കിൽ ആ നിരീക്ഷണ ക്യാമറയിലോ കുടുങ്ങാത്ത സ്ഥിതിയിലാണ് കടുവയുള്ളത്. കടുവ ഏത് മേഖലയിലാണ് എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. കടുവയുടെ ഏതെങ്കിലും തരത്തിലുള്ള അവശിഷ്ടങ്ങളോ ഒപ്പം തന്നെ കാൽപ്പാടുകളോ അത് കിടന്ന പാടുകളോ ഉൾപ്പെടെയുള്ളവ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടേക്ക് സംഘങ്ങളായി തിരിഞ്ഞ് ഇപ്പോൾ ഈ മേഖല അരിച്ചു പെറുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ കുറച്ചുകൂടി ഈ ദൗത്യം സുഗമമാക്കാൻ കഴിയും വിധത്തിലാണ് ഇപ്പോൾ അമരക്കുനിയിലേക്ക് കുങ്കിയാനയെ എത്തിച്ചിരിക്കുന്നത്. അതിൽ ഒരു കൊമ്പനെ ഈ മുത്തങ്ങയിലെ ഡ്രൈവറായിട്ടുള്ള ഈ വിനോദിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് എത്തിച്ചു കഴിഞ്ഞു. അതിനെ താഴേക്ക് ഇറക്കുകയാണ്. അതിനെ ഇറക്കിയ ശേഷം ഈ കോന്നി സുരേന്ദ്രനെ കൂടി ഇവിടേക്ക് കൊണ്ടുവരും. കോന്നി സുരേന്ദ്രൻ എന്ന ആനയും നിരവധി ദൗത്യങ്ങളുടെ ഭാഗമായിട്ടുള്ള കൊമ്പനാണ് കോന്നി സുരേന്ദ്രൻ. അതായത് അത് ചെറുപ്പത്തിൽ ലാഹ വനത്തിൽ നിന്ന് കിട്ടിയതാണ് ഈ കോന്നി സുരേന്ദ്രനെ. അതിനെ പിന്നീട് ചട്ടം പഠിപ്പിച്ച്, അതായത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കിട്ടിയതാണ് ഈ കോന്നി സുരേന്ദ്രൻ എന്ന് പറയുന്ന കൊമ്പനെ. അതിനുശേഷം അതിനെ ചട്ടം പഠിപ്പിച്ച് കുങ്കിയാനയാക്കി മാറ്റുകയായിരുന്നു. ഇവിടെ നമ്മൾ ഈ കാണുന്ന വിക്രമാണ്. വിക്രത്തിന്റെ ഒരു ഭൂതകാലം ഒന്നുകൂടി എന്ന് പ്രേക്ഷകരോട് പറയട്ടെ. ഒരു കാലത്ത് വടക്കനാട് വള്ളുവാടി മേഖലയിലെ കർഷകരുടെ കാർഷിക നാണ്യങ്ങൾ നശിപ്പിക്കുകയും ജനങ്ങളുടെ ജീവന് ഭീഷണി ഉയർത്തുകയും ചെയ്ത വടക്കനാട് കൊമ്പനാണ് ഇപ്പോൾ വളരെ മര്യാദക്കാരനായി ഇപ്പോൾ ആ വണ്ടിക്കകത്ത് നിൽക്കുന്നത്. ഒരു കാലത്ത് അവൻ ഭീകരൻ കൊടുംഭീകരനായിരുന്നു, നാട് വിറപ്പിച്ചവനാണ്. അന്ന് ഈ പറയുന്ന വടക്കനാട് കൊമ്പൻ, ഇപ്പോൾ നിൽക്കുന്ന ഈ പാവത്താനായി നിൽക്കുന്ന വിക്രമിൻ്റെ കൂട്ടാളി ഒരു മുട്ടിക്കൊമ്പൻ എന്ന് പേരിലറിയപ്പെടുന്ന ഒരു കാട്ടാനുണ്ട്. മുട്ടിക്കൊമ്പനൊക്കെ പിന്നെ കേട്ടിട്ടില്ല, അധികം കേട്ടിട്ടില്ല. എന്തായാലും ഈ വടക്കനാട് കൊമ്പൻ 2018 പിടികൂടി ആദ്യം റേഡിയോ കോളർ ഘടിപ്പിച്ച് വനത്തിൽ വിട്ടു. അതിനുശേഷം പിന്നെയും ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങി വലിയ ശല്യമാക്കി. ഗത്യന്തരമില്ലാതെ വടക്കനാട് ജനത അന്ന് ഒരു അനിശ്ചിതകാല സമരവുമായിട്ടൊക്കെ രംഗത്തെത്തി. അങ്ങനെയാണ് 2019 വടക്കനാട് കൊമ്പൻ എന്ന് പറയുന്ന ഈ നിൽക്കുന്ന കൊമ്പനെ പിടികൂടി മുത്തങ്ങ പന്തിയിൽ അടച്ച് ചട്ടം പഠിപ്പിച്ച് കുങ്കിയാനയാക്കി മാറ്റിയത്. അപ്പോൾ അങ്ങനെ അതാണ് ഇവൻ്റെ വിക്രത്തിൻ്റെ ഭൂതകാലം. ഒരു കാലത്ത് ഗുണ്ടയായിരുന്നു, ഒരു കാലത്ത് ഗുണ്ട എന്ന് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന് അറിയില്ല, ഒരു കാലത്ത് അക്രമകാരിയായിരുന്നു, നാട്ടിലിറങ്ങി പ്രശ്നമുണ്ടാക്കിയ ആളെ പിടികൂടി കുങ്കിയാന ചട്ടം പഠിപ്പിച്ച് കുങ്കിയാന ആക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണാർത്ഥത്തിൽ മെരുക്കുക എന്ന അർത്ഥമില്ല. ഒരു നാട്ടാന പരുവത്തിലങ്ങ് മെരുക്കില്ല എന്നാണ് പറയുന്നത്. ഇവൻ്റെ ഉള്ളിലെ ആ വന്യതയും ഭീകരതയും കുറച്ചൊക്കെ, ഭീകരത എന്ന വാക്ക് ശരിയാണെന്ന് അറിയില്ല, എന്തായാലും ഉള്ളിലെ ആ ഒരു അഗ്രസീവ്നെസ് അങ്ങനെ മൊത്തത്തിൽ ഇല്ലാതാക്കി കളയില്ല കുങ്കിയാന ചട്ടത്തിലെ ഒരു പാതി മെരുക്കലാണ്. ആവശ്യമുണ്ടെങ്കിൽ മറ്റാനകളെയൊക്കെ വിറപ്പിക്കാൻ ഇപ്പോഴുമുള്ള ആ ഒരു കരുത്ത് കുങ്കിയാനകൾക്കുണ്ടാകും, വിക്രത്തിനുണ്ടാകും. അപ്പോൾ വിക്രത്തിനെ അപ്പോൾ അങ്ങോട്ടേക്ക് എത്തിച്ച അവിടെ നിന്ന് ഇറക്കുകയാണ്. അരിക്കൊമ്പൻ ദൗത്യത്തിലൊക്കെ അരിക്കൊമ്പനെയൊക്കെ ബാക്കിലിടിച്ച് വണ്ടി കയറ്റുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനൊക്കെ മിടുക്കരാണ് വിക്രം എന്ന് പറഞ്ഞാൽ. അവൻ്റെ ആ ശൗര്യം, ആ വന്യത വനം വകുപ്പിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിലേക്കാണ് കുങ്കിയാനെ മെരുക്കുക.
ഇവന് പിന്നാലെ എത്താൻ പോകുന്നത് കോന്നി സുരേന്ദ്രനാണ്. കോന്നി സുരേന്ദ്രന് ഈ പറയുന്ന വിക്രത്തിന് അത്രയും തന്നെ ഒരു പക്ഷേ അക്രമത്തിൻ്റെ ഭൂതകാലം ഇല്ലെങ്കിൽ കൂടിയും കോന്നി സുരേന്ദ്രനും സമാനമായ രീതിയിൽ കുങ്കിയാന പണിയിൽ വളരെ സ്തുത്യർഹമായ പ്രവർത്തനം കാഴ്ചവെച്ച ആളാണ് കോന്നി സുരേന്ദ്രനും. അപ്പോൾ കടുവയെ തിരയിലാണ് രണ്ടുപേരുടെയും ഉദ്ദേശം. അപ്പോൾ ആനയെ മെരുക്കൽ അല്ലെങ്കിൽ ആനയെ വണ്ടിയിലേക്ക് കയറ്റൽ പോലെയുള്ളതല്ല, വേറൊരു ദൗത്യമാണ്.